പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവ് ഇന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തെ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു. കർത്താവെ, കട കമ്പോളങ്ങള്, വ്യാപാര വ്യവസായങ്ങൾ, അധ്വാന മാർഗങ്ങള്, സർവീസ് മേഖലകള്, അവിടെ എല്ലാം അനുഭവിക്കുന്ന പ്രശ്നങ്ങള്, ജോലിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ബ്യൂട്ടി പാർലർ പൂട്ടാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ സർവീസ് സെൻറ്റേഴ്സ് അടക്കാൻ പോകുന്നവരുണ്ട്. ഈ ഗതി കിട്ടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് നാട് വിട്ട് പോകുന്നവരുണ്ട്. നിൻ്റെ തൊഴിൽ സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന നിൻ്റെ ഇടയ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോളേജിൽ നിനക്ക് വന്ന് കൺഫ്യൂഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവരുടെ മാതാപിതാക്കന്മാരെ ഈ നിമിഷം ഞാൻ ആശീർവദിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫയർ ഫിംഗർ സോക്ക് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ്, ലോർഡ് ഇൻ പീസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതായത് ആദിമസഭയിൽ ആൾക്കാർ നന്മ ചെയ്തുകൊണ്ട് ഇരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? തിന്മ ചെയ്യാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം
നന്മ ചെയ്യുന്നവരുടെ എണ്ണം 90%, തിന്മ ചെയ്യുന്ന ആൾക്കാർ 10%. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാസമൂഹം ഉള്ളതുകൊണ്ട് അത് അയ്യോപാപികളായിട്ട് തിന്മയിലേക്ക് വീഴുന്ന ആൾക്കാർ അവിടെ ഭാരം നീക്കിക്കളയണം. ഇവരെ കണ്ട് വേണം, ഇവരെ കണ്ട് ജീവിച്ചാൽ സുവിശേഷം 100% ജീവിക്കാവുന്നതാണ് ആദിമസഭ നൽകുന്ന പാഠം. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ചെന്ന് അവസാനിക്കുന്ന എൻ്റെ അടിവേരെന്താണ്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണമാണ്. അത് ഹൃദയത്തിൽ അംഗീകരിക്കുകയാണ്. വിശ്വാസവും അംഗീകാരവും 2 കാര്യങ്ങളാണ്. വിശ്വാസം ഒരു നോർമലായിട്ടുള്ള വഴിയുണ്ട്, ഒരു ഇഫക്റ്റീവായിട്ടുള്ള വഴിയുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവായിട്ട് വഴിയാണ്. അപ്പം നിങ്ങൾ ഓർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും. കാര്യം ജീവിച്ച് കാണിക്കുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, എന്താ പറയണത്? നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട്. ഹെബ്രായർ 12:1 നമുക്ക് ചുറ്റും കേട്ടോ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. എന്താ കാര്യം? ആദിമസഭയുടെ ഒരു സ്റ്റാറ്റസ് ആണത്. കാര്യം എന്താണ്? നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാപ്രളയമാണ്. നന്മകൾക്ക് വേണ്ടി ജീവിച്ച് ജയിച്ച ആൾക്കാരില്ലേ, ഒത്തിരി ആദിമസഭയിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, നമുക്ക് ഇടറേണ്ട ആവശ്യമില്ല. എന്താ കാര്യം? ജയിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ കടൽ കാണുമ്പോൾ പേടിക്കണ്ട. ഈ കടൽ നീന്തി കയറിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം ചോദിക്കും, അയ്യോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്രിസ്ത്യൻസ് ഒന്നും സംഭവമില്ലേ. ഓട്ടോമാറ്റിക് ക്രിസ്ത്യൻസിൻ്റെ കയ്യിലാണ് ഈ അപകടം എല്ലാം വന്നിരിക്കുന്നത്. കാരണം ജനിച്ചു പോയത് ഒരു ക്രിസ്ത്യാനി ആയിപ്പോയില്ലേ. അപ്പം ജനിച്ചത് ചിലപ്പോൾ ബാറുള്ള അപ്പൻ്റെ മകനായിട്ട് ജനിച്ചെങ്കിൽ അവരും അത് നടത്തിക്കൊണ്ടിരിക്കും. അപ്പം പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ശരിയാണ്, അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നിങ്ങൾ സഭയിൽ നിന്ന് പോകണം എന്ന് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കണം. ചില സമയത്ത് അഥർവമായ പണം നമ്മുടെ കയ്യിൽ വന്നു ചേരും. കാര്യം അഥർവമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് ജീവിതത്തിലും വരും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ആ വേസ്റ്റേജ് എങ്ങനെയാണ് മാറ്റേണ്ടത്? ലുക്ക 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് ധാർമ്മിക സമ്പത്ത് എന്ന് പറഞ്ഞ കാര്യം യേശുക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന വിഷയമാണ്. അധാർമിക സമ്പത്ത് വന്നു ചേരാം. ചിലപ്പോൾ നമ്മൾ എത്ര കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നാലും അധാർമിക സമ്പത്ത് വരാം. വന്നാൽ എന്ത് ചെയ്യണം? അത് നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്ത് ചെയ്യണം? അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. സ്നേഹിതന്മാരെ സമ്പാദിക്കണമെന്ന്. അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അധാർമിക സമ്പത്ത് എപ്പോഴും നിങ്ങളെ കൈവിടുന്ന ഉറപ്പാണല്ല. അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അതെന്താ സംഭവം? അതെന്താണ്? അത് 25 നിത്യകൂടാരങ്ങളിലെ നിങ്ങളുടെ സ്നേഹിതന്മാരെ സമ്പാദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 25-34 മത്തായിയുടെ സുവിശേഷം. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറഞ്ഞു, അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം അതാണ് നിത്യകൂടാരം. കണ്ടില്ലേ? ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. നിത്യകൂടാരങ്ങൾ അവകാശമാക്കാൻ എന്ത് ചെയ്ത്? എന്തുകൊണ്ടെന്നാൽ വായിച്ച് എന്തെന്നാൽ എനിക്ക് വിശന്നു. സ്നേഹിതന്മാരെ സമ്പാദിക്കുകയാണ്. അധാർമിക സമ്പത്ത് കൊണ്ട് എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. അപ്പൊ പാവത്തങ്ങൾക്ക് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ഈ അധാർമിക സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളയാം. ഈ വിഷം കടിച്ച് കഴിഞ്ഞാൽ പാമ്പ് കടിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ആ ചോര വിഷച്ചോര നമ്മൾ ചോർത്തിക്കളയും. അതെങ്ങനെയാണ് ചോർത്തിക്കളയണത്?
അധാർമിക സമ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ പറഞ്ഞിരിക്കുന്നത് 16:9 ലൂക്ക. എങ്ങനെയാണ് സ്നേഹിതന്മാരെ സമ്പാദിക്കണത്? അത് മത്തായിയുടെ സുവിശേഷം 25:34 എന്തുകൊണ്ടാണ്? അനന്തരൻ രാജാവ് തൻ്റെ വലതുവശത്തുള്ളവർ പറഞ്ഞു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീത വരുവിൻ, ലോകാരംഭം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവേൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, എനിക്ക് ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഈ അധാർമിക സമ്പത്ത് വന്നാൽ ഉടനെ അത് നമ്മളെന്ത് ചെയ്യും? അത് നിത്യകൂടാരങ്ങൾ സ്നേഹിതമായി സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കൊടുക്കണം. അടിസ്ഥാന സൗകര്യം. ഇപ്പോൾ ഉരുൾ പൊട്ടി, കുറേ ആൾക്കാരുടെ വീട് പോയി, അവശേഷിക്കുന്നവർ നിലനിർത്തണം. നമ്മളെ അതിന് സ്ഥലം കണ്ടുപിടിക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഈ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അധാർമിക സമ്പത്ത് കുന്നുകൂട്ടണമെന്നല്ല. അധാർമിക സമ്പത്ത് എന്ന് പറയുന്ന അധർമ്മം നമ്മളെ കടിച്ചു പോയാൽ മോളിൽ കെട്ടണം. അത് ഹൃദയത്തിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് വിഷച്ചോര ഒഴുക്കിക്കളയണം. എങ്ങോട്ട് ഒഴുക്കിക്കളയണം? അതില്ലാത്തവന് കൊടുത്തുകൊണ്ട് അടിസ്ഥാന സൗകര്യം, മരുന്ന്, ഭക്ഷണം ഒക്കെ. ഈ മരുന്നും ഭക്ഷണം കൊടുക്കുമ്പോൾ ഓർക്കണവേ, നിങ്ങൾ കൊടുക്കണതിന് ആർക്കും പറ്റും, കൊടുക്കണതിന് ആർക്കും വേണ്ടി കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ സിമ്പതിയായിട്ട് കൊടുക്കരുത്, എമ്പതിയായിട്ട് കൊടുക്കണം. എന്താ കാര്യം? അതാണ് അവിടെ ഈശോ തിരിച്ചു പറയുന്നുണ്ട്. സിമ്പതറ്റിക്കലായിട്ടുള്ള അഭ്യാസം കാണിക്കരുത്. അയ്യോ പാവം കഷ്ടം എന്ന് പറഞ്ഞാണ് സിമ്പതി. മറ്റു പറഞ്ഞല്ല, അത് ഞാനാണെന്ന് കഴിയുമ്പോൾ എമ്പതിയാണ് ആ സംഭവം. അനുകമ്പയേക്കാൾ ഉപരി വലുതാണ് അത്. അനുകമ്പ സിമ്പതിയാണ്. അയ്യോ ഉരുള് പൊട്ടിയല്ല, ആൾക്കാരുടെ വീട് പോയല്ല, കഷ്ടം എന്ന് പറയുന്നതാണ് സിമ്പതി. പക്ഷേ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് ഉരുള് പൊട്ടിയിരിക്കണത്, എനിക്ക് എൻ്റെ വീടാ പോയത് എന്ന് പറയണമെങ്കിൽ ക്രിസ്തുവിനിൽ ജീവിക്കണം. ക്രിസ്തുവിനിൽ ജീവിക്കുമ്പോഴാണ് മറ്റതും ക്രിസ്തുവാണെന്ന് നമുക്ക് തോന്നുന്നത്. അതാണ് ഈശോ പറയണത്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന്. എമ്പതിയാണ് അവിടെ. പല ആൾക്കാരും സിമ്പതികളായിട്ടും പലപ്പോഴും വരുന്ന, അതുകൊണ്ട് സിമ്പതികളായിട്ടാണ് ചെയ്യുക. സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സിമ്പതിക്കലായിട്ടാണ് ചെയ്യണത്. സിമ്പതിക്കായിട്ട് ഇതിനെ വർക്കൗട്ട് ചെയ്യത്തില്ല. മറിച്ച് എന്താണ്? എമ്പതറ്റിക്കലായിട്ടാണ് ചെയ്യേണ്ടത്. അത് കർത്താവാണെന്ന് നോക്കി ചെയ്യണം. അതാണ് എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു എന്നൊക്കെ പറയണത്. അവിടെ ദൈവത്തെ കാണാനാണ് പറയണത്. അപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ അധാർമിക സമ്പത്ത് അവർ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി തന്നെയാണ് അത് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിന് വേണ്ടി തന്നെ കൊടുത്ത് നമ്മുടെ ദൈവത്തിൻ്റെ പേരിൽ അത് അർഹിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ നമ്മൾ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പം സഭയിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. സഭയിൽ നിന്നുകൊണ്ട് തന്നെ നിൻ്റെ അധാർമിക സമ്പത്ത് മുഴുവനും നിനക്ക് വിഷം മുഴുവൻ ഒഴുക്കിക്കളയാം. അപ്പം നിങ്ങളയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിപ്പിക്കണം എന്നൊക്കെ പറയത്തില്ലേ? ചില മക്കളെ എന്തുകൊണ്ടാണ് തല തിരിഞ്ഞ് ദുർവിന് പോണതിൻ്റെ കാരണത്താൽ അവിടെ കയ്യിൽ അപ്പന്മാരും പൂർവ്വം സംഭവിച്ച അധാർമിക സമ്പത്തുണ്ടാകും. സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടല്ലേ ചില മക്കൾ പറഞ്ഞു അപ്പൻ്റെ സ്വത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തുമാത്രം പേരുണ്ട്. എന്താ കാര്യം? അപ്പൻ്റെ സ്വത്ത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാം. ആ പാപത്തിൻ്റെ പണം കൊണ്ട് അക്കൽദാപം മേടിക്കേണ്ട കാര്യമില്ല, ശവപ്പറമ്പ് മേടിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് അവർ വിശുദ്ധിയോടെ മാറുന്നത്. അങ്ങനെ മാറുന്നതുകൊണ്ട് റിസ്ക്കാണ്. പക്ഷെ അതൊക്കെ കൃപ കിട്ടിയ ആർക്കും ഒന്നും റിസ്ക് അല്ല. റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ കൃപയില്ലാത്ത ഒരവസ്ഥക്കാണ് റിസ്ക് എന്ന് പറയണത്. സാഹസികം എന്ന് പറയണില്ലേ? അതിനൊക്കെ സഹായിക്കാൻ കർത്താവില്ലാത്തപ്പോഴല്ലേ സാഹസികം ഉണ്ടാകണത്. സഹായിക്കാൻ അപ്പം നമ്മുടെ സഹായം കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എല്ലാം സാഹസികമായി മാറും. കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ ഇപ്പം കർത്താവിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സാഹസികം പോലും ഇല്ലാതെ ഇരിക്കും. ഇപ്പോൾ അനായാസമായിട്ട് സാഹസികമല്ലാത്ത ഒരു ജീവിതം സാഹസികം പോലെ ജീവിക്കാനാണ് കർത്താവിൻ്റെ സഹായത്തിന് വിളിക്കുന്നത്. പ്രൈസ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാസ്പോർട്ടിൻ്റെ അത് ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ജനനത്തീയ പ്രശ്നമുണ്ട്,
പേരിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം വന്നിട്ട് പാസ്പോർട്ടിൻ്റെ 1ാം കൗണ്ടർ 2ാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്റ്റ് ചെയ്യും. 1ാം കൗണ്ടറിലും 2ാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യും. കാര്യം പേര് രണ്ടും രണ്ടായാണ്. അപ്പം അതുകൊണ്ട് അവർ മനസ്സിൽ എന്താ അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശുരൂപമാണ്. ഉടമ്പടി കാശുരൂപം വിളിച്ചുകൊണ്ട് 1ാം കൗണ്ടറും 2ാം കൗണ്ടർ റിജക്റ്റ് ചെയ്ത പാസ്പോർട്ടിൻ്റെ അപേക്ഷയുമായിട്ട് ഒരു 3ാം കൗണ്ടറിലേക്ക് പോകും. എന്ത് നോൺസെൻസാണ്. സാധാരണ അതായത് ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രത്യാശയാണ്. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് ചെയ്യുമെന്നുള്ളത്. 3ാം കൗണ്ടറിൽ ചെന്നപ്പോൾ ഈ 2ാം കൗണ്ടറുകാരൻ 3ാം കൗണ്ടർ ഒന്നിച്ചും പറയുന്നത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനിങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന്. ഉടനെ ഈ 3ാമത്തെ കൗണ്ടറിലിരിക്കുന്ന ഓഫീസർ പറയണേ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇപ്പം നോക്കണില്ല, ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കുകയാണെന്ന് കൈ ഇടിച്ച് കർത്താവിന് ചൊല്ലി. ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിമ്പിളാണ്. അതാണ് വിഷയം. അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ജസ്റ്റ് സ്പെല്ലിറ്റ്, അത്രേ ഉള്ളൂ. നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതൽ നിനക്ക് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. പക്ഷെ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി, കാര്യം കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെക്കുറിച്ച് പറയും അല്ലേ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും അവരുടെ ഫലം 15-16 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:16 നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ഒന്ന് പറഞ്ഞു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. സോ ദിസ് വിഷയം, അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഓൺലി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ. ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. കർത്താവിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ അനുഗ്രഹത്തിനൊരു പ്രോബ്ലം ഉണ്ട്. അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ. 2 കാര്യങ്ങളുണ്ട്. അനുഗ്രഹം അനുഭവേദ്യമാകണം അല്ലേ. അപ്പം അനുഭവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത്. അവിടെയാണ് വിഷയം. അത് അനുഭവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരില്ലേ. അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, ആ അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം. അനുഭവവേദ്യമാകണം നമുക്ക്. അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല. അനുഭവപ്പെടാതിരിക്കാനൊക്കെ ഇപ്പോൾ ഹെബ്രായർ 4:2 നമ്മൾ ഇടയ്ക്ക് വായിക്കുന്നില്ലേ? ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അപ്പൊ വിശ്വാസത്തിന്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ കൂടെയാണ്. ഇപ്പൊ വിശ്വാസമുണ്ടോ, അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. ദൈവത്തിൻ്റെ പോലെ നമ്മൾ വിശുദ്ധിയാണുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണമെന്ന് പറയണത്. നമ്മൾ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യത്തില്ലേ,
അപ്പോൾ ദൈവം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വേപരിക്കണം. 17:3 ഉൽപ്പത്തി പുസ്തകം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഈ കുറ്റമറ്റവരായി, അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ. ദൈവം ആരാണ്? ഇപ്പോൾ 32-ാമത് സങ്കീർത്തനം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 32:2. ശ്രുതികട്ടെ ഹല്ലേലൂയ. സങ്കീർത്തനം 32:2. കർത്താവ് കുറ്റം ചുമത്താത്തവനും, പറഞ്ഞേ, കർത്താവ് കുറ്റം ചുമത്താത്തവനും, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അത് ഭാഗ്യവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ കാരണം? കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. എന്താണ്? എല്ലാ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി നികീർത്തിക്കും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. ഈ പുതിയ സൃഷ്ടിയാണ്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. ശ്രുതികട്ടെ കൊറിന്തോസ് 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ്. അവരുടെ അവകാശം ഓഹരിയും എന്താണ്? അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന്. അമ്മ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിലായിരിക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുപേക്ഷമായി ജീവിക്കുന്നുവോ, അവരെല്ലാം ദൈവം സകല തലമുറകളും ഭാഗ്യവതി ഭാഗ്യവാൻ എന്ന് പ്രകീർത്തിക്കും. കൈയടിച്ച് കർത്താവിനെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഈ അമ്മയുടെ ഭാഗ്യം തലമുറകൾ തോറും നിത്യത വരെ അമ്മ ഭാഗ്യവതിയാണ്. ഈ അമ്മ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്താണ് അമ്മ പറയുന്ന സ്പിരിച്വാലിറ്റി? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവിടേതാകുന്നു. മലയിലെ പ്രസംഗമാണ് സംഭവം. പക്ഷേ ഈ മലയിലെ പ്രസംഗത്തിൻ്റെ വചനം മാംസം ധരിച്ച രൂപമാണ് പരിശുദ്ധ അമ്മ. മലയിലെ പ്രസംഗമാണ് 5:3 വരണത്, അല്ലേ? എന്താ പറയണത്? ഈശോ പറഞ്ഞ ആദ്യം ആത്മാവിൽ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ ശരീരത്തിന്റെ സമ്പത്ത് എന്താ നമുക്കറിയാം, പൊന്ന് അല്ലെ, പറമ്പ് എല്ലാം ശരീരത്തിന്റെ സമ്പത്താണ്. ആത്മാവിന്റെ സമ്പത്ത് എന്താണ്? ദൈവമാണ് ആത്മാവിന്റെ സമ്പത്ത്. ദൈവമാണ് എനിക്കില്ലല്ലോ എന്ന് എന്തെല്ലാം കിട്ടിയാലും നേടിയാലും ജോലി കിട്ടിയാലും അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന എല്ലാം നടന്നാലും പക്ഷേ ദൈവത്തിനെക്കുറിച്ച് നിനക്ക് ദൈവമില്ലല്ലോ. ദൈവമാണ് ഏറ്റവും വലുത്, എൻ്റെ ജോലിയേക്കാൾ വലുത്, എൻ്റെ വീടിനേക്കാൾ വലുത്, അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ വലുത് ദൈവമാണെന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. മനസ്സിലായ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനാണ് ദൈവത്തിൽ നമ്മൾ അത് അറിവില്ലായ്മ കൊണ്ട് എന്നാണ്
ശരീരത്തിൻ്റെ ദാരിദ്ര്യം, വീട്, ജോലി, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. പക്ഷേ ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ഈ ഈശോ അമ്മയെ സകല തലമുറകളും ഭാഗ്യവതിനെ കീർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ക്രിസ്തു പറയണത്. എങ്ങനെയാണ്? അമ്മയെ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെല്ലാം തലമുറകൾ തോറും അവർ ഭാഗ്യവതിയാകും. അതായത് ജന്മജന്മാന്തരങ്ങളും ഈ ജന്മത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ദൈവം ഭാഗ്യവാൻ. കാര്യം ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണല്ലോ ഭാഗ്യവാൻ. അതല്ലേ നമ്മൾ 32-ാം സങ്കീർത്തനം 2 കണ്ടത്. ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാത്തവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാതിരിക്കുമ്പോഴേ നമുക്കറിയാമല്ലോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പക്കാ മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ചെയ്യാൻ വേണ്ടത് വചനം മാംസമായതും വചനം മാംസമാക്കിയതും വചനത്തെ വയറ്റിട്ട് വളർത്തിയതും വചനത്തെ വീട്ടിൽ നിർത്തി വളർത്തിയതും വചനത്തെ ലോകത്തിന് ഏൽപ്പിച്ചതും എല്ലാം അമ്മ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ സ്പിരിച്വാലിറ്റി, യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ആധ്യാത്മികതയുണ്ട്. യേശുവിനെ വയറ്റിട്ട് വളർത്താൻ അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്താണ് അമ്മ. നമ്മൾ ഔഷധപിതാവ് സ്വന്തം ഭർത്താവ് വരെ ഉപേക്ഷിക്കുമെന്ന് കണ്ടപ്പോഴും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ യാതൊരുവിധ കോംപ്രമൈസും അമ്മ ചെയ്തില്ല. വീട്ടിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായ സമയത്ത് അമ്മ അവിടുന്ന് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. എന്നാൽ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലായാലും ചില സമയത്ത് വചനത്തിൻ്റെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒറ്റക്ക് നടക്കേണ്ടി വരുമെന്നാണ് അമ്മ നമുക്ക് തരുന്നൊരു പാഠം. എലിസബത്തിനെ സ്വീകരിക്കാൻ പോയത് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരല്ല, ഒറ്റക്കാണ് പോയത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏതെങ്കിലും സമയത്ത് ഒറ്റക്ക് നടക്കേണ്ടി വരും. അവരുടെ വിശ്വാസം, അവരുടെ ജീവിതം മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ആൻറ്റിമാർക്കോ അങ്ങളമാർക്കോ അയൽവാസികൾക്കോ മനസ്സിലാകണമെന്നില്ല.